ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എനിക്ക് നല്ല പനിയാണ്. എന്നാലും നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു Q&A എന്ന് പറഞ്ഞ വീഡിയോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് ഉത്തരം കൊടുക്കുന്നതായിരിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഒട്ടും വയ്യാതെ തന്നെ കുറച്ചധികം ദിവസമായിട്ട് വീഡിയോ നിർത്തുണ്ടായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഡയറിയിലാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡയറിയിൽ ഓക്കെ. ഇതിപ്പോൾ കുറച്ച് ഒരു അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു മീഡിയം സൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഫുൾ നെയിം എന്താണെന്നാണ്. എൻ്റെ ഫുൾ നെയിം മിൻഹ ഫാത്തിമ PR എന്നാണ്. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ മിൻഹാന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഫുൾ നെയിം എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് നോർമൽ മിൻഹ ഫാത്തിമ PR എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് എത്ര വയസ്സിട്ട് നടന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ. എനിക്ക് 12 വയസ്സാണ്. ഈ വർഷം ഇപ്പം കഴിഞ്ഞ ഒരു ജൂലൈ 17 എൻ്റെ ബർത്ത്ഡേ. അതിനെനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല, ഒട്ടും വയ്യായിരുന്നു, ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഞാൻ ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തൊന്നുമില്ല, വെറുതെ കുറച്ച് ഗിഫ്റ്റ്സ് കിട്ടിയതുള്ളൂ. ആ ഗിഫ്റ്റ്സ് എന്തായാലും ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തായിരിക്കും. അപ്പോൾ പിന്നെ അതാണ് എനിക്കിപ്പോൾ 12 വർഷമുണ്ട്, 12 വയസ്സാണ്. തേർഡ് ക്വസ്റ്റ്യൻ. എൻ്റെ കൂടെ എപ്പോഴും ഡാൻസ് കളിക്കാനായിട്ട് ചില വീഡിയോസിലൊക്കെ എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടാവില്ല ഡാൻസ് കളിക്കാൻ. അത് ആരാന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഫേവറേറ്റ് കസിൻ എന്ന് പറയാം. അതായത് എനിക്ക് എൻ്റെ കസിൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അവളുടെ പേര് ഖദീജ മെഹനാസ് എന്നാണ് അവളുടെ പേര്. അപ്പം ഞങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഡാൻസ് കളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം അവൾക്ക് K-pop ഇഷ്ടമല്ലെങ്കിൽ നോർമൽ പാട്ട്സൊക്കെ ഇഷ്ടമാണ്. അവളുടെ മലയാളം പാട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ പാട്ടൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് കളിക്കാറില്ല. എൻ്റെ ഉമ്മയുടെ കുടുംബത്തിലുള്ള ആളാണ്. ഇനിയിപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ 6 പേരാണുള്ളത്. സൗണ്ട് മൈൻഡ് ചെയ്യേണ്ട. അനിയത്തി TV ആണെന്നാണ്. എൻ്റെ വീട്ടിൽ 6 ആൾക്കാരാണുള്ളത്. എൻ്റെ ഉപ്പി, എൻ്റെ വാപ്പി, എൻ്റെ താത്ത, ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ വെല്ലുമ്മച്ചി. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എത്രയിലാണ്? ഞാൻ 7-ലായിരുന്നു. ഞാനിപ്പോൾ പുതിയ സ്കൂളിലോട്ട് മാറിയതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ഏതാണ് ആ പുതിയ സ്കൂളിൻ്റെ പേര്? ഇപ്പോൾ പുതിയ സ്കൂളിലോട്ട് മാറി കേട്ടോ. ഞാൻ പുതിയ സ്കൂളിലോട്ട് മാറി. പണ്ട് ഞാൻ ക്രൈസ്തവ മഹിളാലയത്തായിരുന്നു, പബ്ലിക് സ്കൂള് ഇവിടെ തോട്ടുമുഖത്തുള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ പഠിക്കുന്നത് കാലടി അവിടെയുള്ള സെൻറ്റ് ജോസഫ് ചെങ്ങൽ എന്ന സ്കൂളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആയാലും എനിക്ക് എണ്ണമില്ല കേട്ടോ. നമുക്കൊന്നും കൂടി നോക്കാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഇപ്പോൾ തന്നെ വരാം. പിന്നെ ഉള്ളത് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ എൻ്റെ വീട് എവിടെയാണെന്നാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ദേശത്തോട്ട് പോകണ ആ വഴിയില്ലേ, അപ്പോൾ കൊച്ചിയിലാണ് തോട്ടുമുഖം, ആലുവ ഭാഗത്താണ്. അപ്പോൾ തോട്ടുമുഖം ഒരു മഹിളാലയം പാലമുണ്ട്. അപ്പോൾ ആ പാലം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ജംഗ്ഷനാണ് എൻ്റെ വീടുള്ളത്, അതായത് കൊണ്ടോട്ടി ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് അവിടെ ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളി നേരെ പോയി കഴിഞ്ഞിട്ട് ഒരു അമ്പലം ആണ്. അമ്പലത്തിൻ്റെ ഇപ്പുറത്തൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് വീടാണ് എൻ്റെ വീട്. പിന്നെ അടുത്തത് ക്രാഫ്റ്റ് വീഡിയോസ് മീൻസ് ഞാൻ അധികം ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഇടാറില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ വീട്ടിൽ നിന്ന് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ സ്റ്റഡി ടേബിൾ കണ്ടാലും എൻ്റെ സാധനങ്ങളൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്തും ഈ ഫോൺ തരാറില്ല. ഞാനിപ്പോൾ തന്നെ പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പിൽ തരില്ല. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാണ്ട് എടുത്താൽ തന്നെ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഇടാറില്ല. പക്ഷേ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇടും ക്രാഫ്റ്റ് വീഡിയോസ്. വൈ നോ വീഡിയോസ്, അതായത് ഇത്രയും നാൾ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതാണ്. ഒന്നാമത് ഞാൻ ഇത്രയും നാൾ ഇട്ടിരുന്നത് ഡാൻസ് വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ ട്രെൻഡ് കഴിഞ്ഞതായിരുന്നു. സമയമില്ല, കാരണം ഞങ്ങൾ അധികം റെഡി ആവണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര മഴയാണ് പുറത്തോട്ട്, ഒട്ടും വയ്യ. സ്കൂള് തുറന്നു, ഇപ്പോൾ പരീക്ഷയാണ് നടന്നുകൊണ്ടിരിക്കണേ. എന്നാലും പോണ സ്ഥലത്തും കല്യാണത്തൊക്കെ പോണ നേരത്തൊക്കെ ഞാൻ വീഡിയോ ഇടാം. എന്തുകൊണ്ടാണ് 1K അടിക്കാൻ താല്പര്യമുണ്ട്, വളരെ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ 300 സബ്സ്ക്രൈബേഴ്സ് പോലെ ആയിട്ടില്ല. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അത്രയും എഫേർട്ട് എടുത്തതാണ്. ഞാൻ
ഞാൻ സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് മിക്കവരും ഇതാണ്. അതുപോലെ എനിക്ക് അധികം കമൻ്റ് ഒന്നും വരാറില്ല. ഞാൻ ഓൾറെഡി ഒരു കൊച്ചായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമൻസൊക്കെ ടേൺ ഓഫായിരിക്കും. എന്നാലും ഞാൻ ഉള്ളതിലൊക്കെ എൻ്റെ കസിൻസൊക്കെയാണ് എനിക്ക് കമൻ്റ് അടിക്കാറ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. ഇനി ഞാനിപ്പോൾ റോസ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടാൻ പറ്റില്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. കാരണം ചില വീഡിയോസിലൊന്നും എൻ്റെ കമൻറ്റ് ഓഫായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് ചെയ്യാറുണ്ടോയെന്ന്, ഞാൻ കുറേ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ദിവസം ഞാനൊരു ജേർണൽ ഫ്ലിപ്പ് ത്രൂ, അത് ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ജേർണൽ ഫ്ലിപ്പ് ത്രൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജേർണൽ ഫ്ലിപ്പ് ത്രൂ ചെയ്യണമെന്ന് ഞാൻ കുറേ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ജേർണലിംഗ് ചെയ്യുന്നവർ നല്ല കാര്യമല്ലേ. എന്തായാലും ഒരു 15 ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്, 30 ദിവസം ജേർണൽ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇന്നലെ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഉമ്മി വീട്ടിലില്ലാതെ കാരണമാണ്. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അതുപോലെ ഞാൻ പറഞ്ഞ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എൻ്റെ കസിൻസിനെ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ കുറേ കസിൻസ് ഉണ്ട്. നമ്മുടെ ടൈ കോഫി എന്ന് പറഞ്ഞ ആ ട്രെൻഡില്ലായിരുന്നു. ആ ട്രെൻഡ് ഞാൻ എൻ്റെ കസിൻസായിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ജുംക്ക എന്ന് പറഞ്ഞതുണ്ട്, അതിൻ്റെ വാപ്പിയുടെ കുടുംബത്തിലുള്ള എൻ്റെ ഒരു ഇക്കാക്കയുടെ കല്യാണത്തിൻ്റെ ആ ഒരു അടുത്ത് നിന്ന ഒരു ദിവസങ്ങളിൽ ഞാൻ എടുത്തതാണ്. കാരണം ഒരു കല്യാണമാകുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയി നിൽക്കില്ല. എൻ്റെ വീടിൻ്റെ അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു പാടമുണ്ട്, ആ പാടത്തിൻ്റെ അടുത്ത് വീഡിയോസ് ആയിരുന്നു. അത് നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത കുറച്ച് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഫേവറേറ്റ് യൂട്യൂബർ, എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ മീൻസ് എനിക്ക് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും എനിക്കിഷ്ടമുള്ളത് റോസ്റ്റിംഗ് പോലത്തെ വീഡിയോസൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സോളോ വൈനറാണ്. ഇപ്പോൾ സോളോ വൈനർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കണ്ടാലും മതി, ഇപ്പോൾ ഞാൻ അറിയില്ലായിരിക്കും, പക്ഷെ സോളോ വൈനർ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് AK ടോക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. AK ടോക്കിൻ്റെ വീഡിയോസ് ഞാൻ കുറേ കാണാറുണ്ട്. ഇപ്പോൾ അയച്ചിരിക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് സോളോ വൈനറിൻ്റെ മിക്ക വീഡിയോസും ഞാൻ കണ്ടതാണ്. സോളോ വൈനറിനേക്കാൾ മുമ്പ് ഞാൻ AK ടോക്ക് കണ്ടു തുടങ്ങിയത്. AK ടോക്കിലൂടെയാണ് ഞാൻ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം കാണുന്നത്. പിന്നെ സോളോ വൈനറുടെ മറ്റേ റിഡിൽസിൻ്റെ ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കണ്ടു തുടങ്ങിയത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് സോളോ വൈനറിന് എന്തായാലും ഈ വീഡിയോ സോളോ വൈനറിൻ്റെ എങ്ങനെയും എനിക്ക് കാണാൻ പറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ AK ടോക്കിന്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സിംഗറാണ്, എനിക്ക് മലയാളം ഫേവറേറ്റ് സിംഗർ ഒരാളേ ഉള്ളൂ, ഹനാൻ ഷാ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലുള്ള സിംഗേഴ്സിനൊന്നും എനിക്ക് അധികം അറിയില്ല. ഹനാൻ ഷായുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഹനാൻ ഷാ എഴുതിയ പാട്ടുകളെല്ലാം ഹനാൻ ഷായുടെ സൗണ്ട് അടിപൊളിയാട്ടോ. അടുത്തത് ഫേവറേറ്റ് സോങ്സ് എന്ന് പറഞ്ഞാൽ അതും എൻ്റെ ഹനാൻ ഷായുടെ സോങ്സ് തന്നെയാണ്. ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇൻസാനിലെ ചിറാപ്പുഞ്ചിരി, കസവിനാൽ, ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹനാൻ ഷായുടെ മൂന്നും എനിക്ക് റാങ്ക് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് മൂന്നും ഒരേപോലെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒന്നുകൂടി പറയാം, ഇൻസാനിലെ ചിറാപ്പുഞ്ചിരി, കസവിനാൽ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അവസാനത്തെ ക്വസ്റ്റ്യനാണ്, എൻ്റെ ഹോബി എന്താണെന്ന്. ഹോബി എന്ന് വെച്ചാൽ എനിക്ക് പല പല ഹോബികളുണ്ട്. ചിലപ്പോൾ ഞാൻ ബുക്സ് വായിക്കും, ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കും, ചിലപ്പോൾ ഞാൻ ഡാൻസ് പഠിക്കും, ചിലപ്പോൾ ഞാൻ ഡാൻസ് കളിക്കും, ചിലപ്പോൾ പാട്ട് പാടും, ജേർണലിംഗ് ചെയ്യും, ക്രാഫ്റ്റ് ചെയ്യും, പാട്ട് കേൾക്കും, ഡ്രാമ കാണും. അതുകൊണ്ട് എനിക്ക് പല 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 ഹോബീസാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കുള്ള ഹോബീസ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പല പല ഹോബീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. എനിക്ക് നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, അതായത് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വേണമെങ്കിൽ ഒരു ഗിവ് അവേ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബൈ ഗൈസ്.